എല്ലാരും ഓക്കെ അല്ലേ? നമ്മള് ഫോർഡിന്റെ പടക്കുതിരനെ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫോർഡ് ബ്രോങ്കോ 1/8 സ്കെയില്. അപ്പൊ ഫോണിന്റെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണ്. ഇതിനകത്ത് ഓൾറെഡി അവിടെ QR എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ സ്പെക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഫുള്ളി മെറ്റലിലാണ് സംഭവം ചെയ്തേക്കണം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മെറ്റൽ ഗിയർ ബോക്സ്, പിന്നെ അതിന്റെ ബെയറിങ്സ് എല്ലാം മെറ്റലാണ്. പിന്നെ നമ്മുടെ സസ്പെൻഷൻ കംപ്ലീറ്റ് സംഭവം മെറ്റലിൽ തന്നെയാണ്. വണ്ടി ഒരു രക്ഷയില്ല, പൊള്ളി മൂടായിരിക്കും. അപ്പൊ ഇതൊന്ന് പട്ടേന്നും പറഞ്ഞങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിന്ന് നൈസായിട്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. ഈ ഒരു സൈഡ്, പിന്നെ കുറച്ച് സൈഡും കൂടി അങ്ങോട്ട് നൈസായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് ഇതിങ്ങനെ അങ്ങോട്ട് പതിയെ അങ്ങോട്ട് ഓപ്പൺ ആവും. വാവ്, സാധനം ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ യൂസർ മാനുവലാണ് കേട്ടോ അത് കൊടുത്തേക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കവറുണ്ട്. ആ കവർ നൈസായിട്ട് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഫുൾ സേഫ് ആയിട്ടാണ് സാധനം വന്നേക്കണത്. ഞാനെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു. ഫുൾ സേഫ് പാക്കിങ്ങിലാണ് കേട്ടോ സംഭവം വന്നേക്കണം. വണ്ടി നമുക്ക് പതിയെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. സാധനം പെട്ടപ്പെട്ടേന്നും പറഞ്ഞെടുക്കാം. വാവ്, ഇതാണ് മോനെ നമ്മുടെ മുതല്. ഇരിക്കണുണ്ടാ ഇത്രയും വലുത് ഒരു രക്ഷ. ഫസ്റ്റ് തന്നെ നമുക്ക് ട്രാൻസ്മിറ്റർ ആണ് കേട്ടോ ഇതിനകത്തുള്ള. വണ്ടി ഇപ്പോൾ ഓൾറെഡി കണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്കുള്ളത് ട്രാൻസ്മിറ്റർ ആണോ വന്നേക്കണം. ട്രാൻസ്മിറ്റർ സംഭവം പൊള്ളി ഐറ്റം എന്ന് പറഞ്ഞാൽ പൊള്ളി ഐറ്റം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വണ്ടി ഒന്ന് ഓൺ ചെയ്തല്ല, ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സെറ്റപ്പ് ഉള്ളതെന്ന് കാണിച്ചു തരാം. സോറി, അതിൻ്റെ കൂടെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഇതിൻ്റെ കുറച്ച് സ്ക്രൂ ഡ്രൈവറും ആക്സിലിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇതിനകത്തൊരു കവറിലുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. വണ്ടിയുടെ ടോപ്പ് ഷെല്ല് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് മാഗ്നറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു മാഗ്നറ്റ്. അത് ഇട്ട് കഴിയുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓക്കെ ആയിട്ടിരിക്കും. പിന്നെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനായിട്ട് അടിയിലൊരു ചെറിയൊരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അയച്ചെടുക്കാം. അതൊന്ന് അയച്ചിട്ട് പെട്ടെന്ന് അയച്ചിട്ടില്ലേ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ. അപ്പോൾ ഇത് ഫുള്ള് ഇതിങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് മാഗ്നറ്റാണ്. ഇവിടെ നൈസായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ സാധനം കണ്ടാൽ നൈസായിട്ട് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് വരും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫുള്ള് മെറ്റൽ പാർട്സ്. കണ്ടാത്തൻ്റെ വെറുതെ അല്ലേ അന്തിച്ചു പോകും. ഇത് കണ്ടിട്ട് എന്താണ് അതിന്റെ ഫീലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലത്തെ മൂടാണ് ഇതിന്റെ ഉള്ളിലുള്ള ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മൾക്ക് ബാറ്ററി ട്രേ ഉണ്ട് കേട്ടോ. ബാറ്ററി ഇതിന്റെ കൂടെ കിട്ടൂല, നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. പിന്നെ ഇതിനകത്ത് സെർവോ കാണാൻ പറ്റും നിങ്ങൾക്ക്. 35 kg വാട്ടർ പ്രൂഫ് സെർവോ ആണ് കൊടുത്തേക്കണം ഐറ്റം. കേബിൾ ഡ്രസ്സിംഗ് ഒക്കെ ഒരു രക്ഷയില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഇത് നമ്മുടെ ത്രോട്ടൽ ആക്സിലേറ്റർ ആണ്. ഇതിൽ ട്രാൻസ്മിറ്ററിൽ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് വർക്കാവും. പിന്നെ വാട്ടർ പ്രൂഫ് ESC ആണ് കൊടുത്തേക്കണത്. ബ്രഷ്ലെസ് മോട്ടർ അത്യാവശ്യം നല്ല പവറുള്ള സാധനമാണ്. ഇത് നമുക്ക് ക്രൗളിങ്ങിനും പറ്റും, അല്ലാതെ നമുക്ക് പവറായിട്ട് യൂസ് ചെയ്യാം സാധനം. പിന്നെ ഇതിനകത്ത് ഫുള്ള് ഒരു മെറ്റലിൻ്റെ കേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വണ്ടി അധികം ടോപ്പിംഗ് ഒക്കെ ചെയ്താലും വേറെ പ്രശ്നമൊന്നും വരാനില്ല. സംഭവം നല്ല ഹാർഡായിട്ടാണ് അവർ ചെയ്തേക്കണം. പിന്നെ ഓയിൽ ഫീൽ സസ്പെൻഷനാണ്. ഈ സസ്പെൻഷൻ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഇതുണ്ടോ വണ്ടിയിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. സസ്പെൻഷനൊക്കെ ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനാണ് കൊടുത്തേക്കണം. അപ്പം അത് സെറ്റ് ചെയ്യണം. ബാറ്ററി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണ ബാറ്ററി. 3S ബാറ്ററിയാണ്. 5000 mAh ബാറ്ററിയാണ്. സാധനം പൊളിയായിരിക്കും. അത്യാവശ്യം പവർ കിട്ടും. അത്യാവശ്യം ഒന്നല്ല, നല്ല രീതിയിൽ തുറ കൊടുക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഓണാക്കി കാണിച്ചു തരാം കേട്ടോ. ടയറിൻ്റെ സൈസൊക്കെ നോക്കിക്കോട്ടെ, ഒരു രക്ഷയില്ലാത്ത സൈസാണ്. എൻ്റെ കൈനെക്കാട്ടും വലിപ്പമുണ്ട് ടയർ. ഇതിൻ്റെ അടിയിലാട്ടാ സ്വിച്ച് വന്നെ. നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് വന്നെ ഇതിൻ്റെ അടിയിലാണ്. അപ്പം ചെറുതായിട്ടൊന്ന് അത് വണ്ടി ഒന്ന് ഓൺ ചെയ്യാം. വണ്ടി ഓൺ ആയിട്ടുണ്ട്, ലൈറ്റ്. അപ്പോൾ വണ്ടി നൈസായിട്ട് ഓൺ ആയിട്ടുണ്ട്. ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ബാർ ലൈറ്റ് ഒക്കെ ഉണ്ട് ഉള്ളിൽ, അത്യാവശ്യം ഓൺ ആയിട്ട് വരും. പിന്നെ ഇതിൻ്റെ താഴെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ട ഫുൾ മെറ്റലാണ്. ഷാഫ്റ്റും ഇതിൻ്റെ ഫുൾ ആക്സസറീസും മെറ്റലാണ് കൊടുത്തേക്കണം. അത് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടുമായിട്ടോ. പിന്നെ ഇതിന് ട്രാൻസ്മിറ്റർ ഒന്ന് കാണിച്ചു തരാം. ട്രാൻസ്മിറ്ററിൽ കുറച്ച് നമുക്ക് അത്യാവശ്യം മോഡ് കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ പറയണ പോലെ തന്നെ ട്രിമ്മും അതിൻ്റെ സാധനമൊക്കെ വീല് അത്യാവശ്യം നല്ല റെസ്പോണ്ടാണ് കിട്ടണം. പിന്നെ ഇതിനകത്ത് കുറച്ച് ലോവറും
അപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ലോവർ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ക്രൗളിങ്ങിന് പറ്റിയതെല്ലാം ലോ ആക്കിയിട്ട് കഴിഞ്ഞാൽ ക്രൗളിംഗ് ആണ്. ഹൈ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ലൈറ്റ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് ഉണ്ട്. പിന്നെ ജസ്റ്റ് മഴ പെയ്തിട്ട് ഇപ്പം അങ്ങോട്ട് മാറിയുള്ളൂ. അപ്പോൾ ലൈറ്റ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എന്തായാലും വണ്ടി പൊളിയാണ്. ഞാനിതിനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഡ്രിഫ്റ്റിംഗ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സാധനം ഒരു രക്ഷയില്ല. വണ്ടിയുടെ സൈസ് കണ്ട, ഇത്ര ഉണ്ട് വണ്ടിയുടെ സൈസ്. അതിനെ ഒന്ന് ഫുള്ളൊന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ആയിക്കോട്ടാ. ബ്രേക്കിംഗ് ഒന്നും രക്ഷയില്ലട്ടാ, രക്ഷയിലൊക്കെ ബ്രേക്കാം. എന്താ ചാടുക. അപ്പോൾ വണ്ടി ഒരു രക്ഷയില്ല, മുതലാണ് സാധനം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആയിക്കോട്ടാ. ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഇവൻ്റെ അടിപൊളി പൊളി വീഡിയോസിൻ്റെ വന്നിട്ടുണ്ട് കുറേ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഓണായിട്ടിരിക്കും. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി കാണാം. സീ യു എന്നാ.